മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം. കോഴിക്കോട് കോടഞ്ചേരി അടുത്ത് തുഷാരഗിരി എന്ന് പറഞ്ഞ സ്ഥലം തന്നെ. താമരശ്ശേരിയിലാണ് ഈ സ്ഥലം വരുന്നത്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം മഴ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ വെള്ളം ഒക്കെ ഒന്നും കാര്യമായിട്ടില്ല. അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനൊക്കെ. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡും പുള്ളി വയനാടുകാരനാണ്. അപ്പോൾ പുള്ളിയെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. വലിയ ബിൽഡപ്പ് കൊടുത്ത് ഇറങ്ങിയതായിരുന്നു. പക്ഷെ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ പുള്ളി മൊത്തത്തിൽ എന്നെ ഇട്ട് നോക്കി. വെള്ളച്ചാട്ടം അങ്ങനെയൊന്നുമില്ല, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മരമുണ്ട്, ഇങ്ങനെ ഉള്ളും മൊത്തം പൊള്ളയായിട്ടൊരു പ്രത്യേക മരം. അതും ഒക്കെ ഒന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് അരിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലം. അതും ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട് അധികമായിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. അതിന് മുമ്പ് ഒക്കെ സാധാ നോർമലായിട്ട്, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയാലും അവിടേക്ക് പോകുമായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ വെള്ളാരം കല്ലുകളൊക്കെ ആയിട്ട്, ഇങ്ങനെ കുറേ കല്ലുകൾ, പാറക്കെട്ടുകളാണ്. കുറേ ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കുറേ പേര് കുളിക്കാനൊക്കെ പോയി ഒത്തിരി പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറേ ഏരിയകൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കവർ ചെയ്ത് അങ്ങോട്ടേക്കൊന്നും കടത്തിവിടാതെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവർ ചെയ്തേക്കുന്നത്. ഒരു നല്ല വലിയൊരു തൂക്കുപാലമുണ്ട്. അപ്പോൾ അതിൽ കൂടിയാണ് നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നത്. പണ്ട് ഇതൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാനപ്പോഴും വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ. സാധാരണ നമുക്ക് നടന്നു പോകണം, ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഏരിയയാണ്. പക്ഷേ ഇപ്പോൾ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കല്ലുകളും പാറക്കെട്ടുകളും, നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ഇങ്ങനെ ഫാമിലിയായിട്ട് പോയിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. പിള്ളേർക്കൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന അത്ര ആഴമുള്ളൂ അവിടെയൊക്കെ. അവിടെ പോയിരിക്കാനും നല്ല ഭംഗിയാണ്, നല്ല രസമാണ് അവിടെ പോയിരിക്കാൻ. ഒരു ഉച്ച സമയം ആയതുകൊണ്ട് ആൾക്കാർ പൊതുവെ കുറവായിരുന്നു. നല്ല പ്രൈവസിയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അവിടെ തൊട്ടടുത്തൊരു കഫറ്റീരിയ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് മെല്ലെ അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് പോകുന്നത് ലൂക്കയ്ക്ക്